എന്റെ കുഞ്ഞു മുത്തുമണികളെ, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കിട്ടാ. അപ്പൊ നിങ്ങൾക്ക് സംഗതി മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. ദുബായിൽ വൈകുന്നേരം ഉണ്ടായി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ടിക്ടോക്ക് നാട്ടിലില്ല എന്നുള്ളൊരൊറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ ഒന്ന് കണ്ടാളി നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൾക്കാർ 50,000 ആൾക്കാരും വരുമ്പോൾ കാര്യമില്ല. ഓക്കെ, നല്ല ഒന്നുമായി. ഓക്കെ, പറയൂ. താനല്ല പറഞ്ഞത്, താൻ പറഞ്ഞു എന്റെ കൂടെ അല്ലാണ്ട് അവള് വേറെ ആളുടെ കൂടെ കളിച്ചാലും അവക്ക് 5, 6, 7, 8 പോയിന്റ്. ഞാനിപ്പോ ഡിജയുടെ കൂടെ കളിച്ച എനിക്ക് സ്കോർ 111K. എന്റെ സപ്പോർട്ട് തന്റെ പോക്കറ്റ് നല്ല എന്റെ കൂടെ കളിക്കുന്ന കാര്യം ഞാൻ നോക്കാറുള്ളൂ. പഴയ പല കാര്യം ഞാൻ നോക്കാറില്ല. റൈറ്റ് നൗന്റെ കാര്യം ഞാൻ പറയാറ് മുറിച്ചേ. പഴയ കുറെ കാര്യം, നാളത്തെ കാര്യം, ഇന്നത്തെ കാര്യം ഇത് ഞാൻ ഓർത്ത് വെക്കാറില്ല. എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ നീ എല്ലാവരോടും പറഞ്ഞില്ല, നേരത്തെ ലൈവ് ഇട്ടിട്ട് നുപ്പൂക്കാനെ ആരെന്ന് ഗെയിം കളിക്കുന്നത് അവർക്ക് 2 ലെവൽ കൊടുക്കും. ഞാൻ ലൈവ് ഇടല് 350 ചെയ്യുന്നു പറഞ്ഞാൽ സ്നേഹം ചെയ്തിരിക്കും. 2 ലൈൻ സ്നേഹക്ക് നിസാറാണ്. ഓക്കെ, 2 ലൈൻ സ്നേഹക്ക് നിസാറാണെന്നൊരു സ്ക്രീൻഷോട്ട് ഞാൻ അങ്ങോട്ട് അയച്ചു തന്നു. മനസ്സിലായി? അതുകൊണ്ട് എനിക്കത് നിസാരം. 1 മാസത്തിനുള്ളിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുന്നു. മലയാളികളുടെ കൂടെ എല്ലാവരും മറക്കൂ. 1 മാസം കൊണ്ട് എല്ലാവരും മറക്കൂ. ഇന്ന് ഇപ്പൊ എനിക്ക് സ്നേഹം മറക്കൂലടാ. എന്റെ ആൾക്കാരൊക്കെ എനിക്ക് നാളത്തേക്ക് എന്തിനാക്കുന്നേ? ഇന്നത്തേക്ക് അടിക്കാര 1 മാസം മറക്കുമല്ലാതെ ഓർമ്മയുണ്ടാവില്ല. എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. മലയാളികൾ എനിക്ക് ഷെയർ ചെയ്യാൻ എല്ലാ മലയാളം ഞാൻ ഇന്ന് പല മലയാളികൾ എടുക്കും. ഓക്കെ, എന്നാ ഞാൻ വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. വാക്കുകൾ പറയട്ടെ. എനിക്ക് തങ്ങളുടെ സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇഷ്ടമാ സംസാരിക്കാൻ, ഇഷ്ടമാണ് 5 മിനിറ്റ് സംസാരിക്കാൻ ഇഷ്ടമാ. മുത്ത് എനിക്ക് ഇഷ്ടമാ. ഒരാളൊരു കാര്യം ചെയ്തിരിക്കുമ്പോ കുടുകുടു വെച്ചോണ്ട് വന്നോളൂ അയാൾ. എന്താ കുടുകുടു മോളുസ്? ഞാൻ പറയട്ടെ, അടിക്കണില്ല പൊക്കോ. ഞാൻ കാര്യം മാറ്റേ വിളിക്കണ്ട. ഓക്കെ, വിളിക്കണ്ട. ഓക്കെ, സ്നേഹ വിളിക്കണ്ട. ഓക്കെ, ഞാൻ കാര്യം മാറ്റാം. ഒരു കാലത്ത് വിളിച്ച എല്ലാവരും വന്നിരിക്കണേ. ഞാൻ കാര്യം മാറ്റാം. ഞാൻ പൂക്ക ഒരു പുഷ്പം പോലെ കാണുന്നു. ഈ കല ഒരു പുഷ്പം പോലെ, ഒരു റോസാപ്പൂ പോലെ വലിയ തലയെടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നവരെല്ലാം നുപ്പൂക്കാന്റെ കൃഷ്ണ ആയിക്കോട്ടെ, നുപ്പൂക്കാന്റെ പിള്ളേരായിക്കോട്ടെ, നുപ്പൂക്കാൻ ടീം ആയിക്കോട്ടെ, ഇത് തലയെടുത്ത് നടക്കുന്നില്ല. അറിയില്ല, നുപ്പൂക്കാൻ ഹിസ്റ്ററി മോളൊന്ന് പഠിക്കണം. മില്യൺ സ്കോർ നിനക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ 100 സ്കോർ എനിക്ക് ഓപ്പോസിറ്റ് വന്ന് നിന്റെ മുമ്പിൽ പൊട്ടി നിൽക്കാൻ പറ്റെങ്കിൽ അതാണ് ഹീറോ, അതാണ് ഹീറോയിസം. മില്യൻ എനിക്ക് വരുന്ന തന്റെ പോക്കറ്റിൽ നിന്ന് റീചാർജ് ചെയ്ത് അല്ലടോ. എന്റെ സപ്പോർട്ടേഴ്സ് മനസ്സിലായോ? ഞാൻ എടുക്കട്ടെ. മ്യൂട്ടഡാ, സൂപ്പർ മ്യൂട്ടഡാ, ഇത് മ്യൂട്ടഡാ. എടാ, നിങ്ങൾക്ക് എന്ത് പാട്ട് വേണം? ഞാൻ ഡാൻസ് കളിക്കാം. പറ, ഏത് പാട്ട് വേണം? ഈ ഫെയിൽ ആയിട്ടുള്ള സ്ഥിരം ഇന്ന് തോക്കുന്ന ഈ ഫെയിൽ ആയിട്ടുള്ള ആൾക്ക് എന്ത് പാട്ട് വേണോടാ? മ്യൂട്ടഡാ, നീ മ്യൂട്ടഡാ, നീ ഡാഡി മമ്മി പാട്ട് എങ്ങനെ ഉണ്ടാവും? ഡാഡി മമ്മി പാട്ട് എങ്ങനെ ഉണ്ടാവും? ഡാഡി മമ്മി എന്ന് വീഴുന്നു തോക്ക.
ഓക്കെ ദാമിയോൻ തുക് ത ത തുക് 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 ത. ഈ പാസ്വേഡ് കുറച്ച് പ്രശ്നമുള്ളത്. എന്തായാലും ഇയാൾ എന്നെ കൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നടപ്പിക്കില്ല. ആൻസർ കുറച്ചേരത്തൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഗിറ് കളിക്കാം. ഗിറ് 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 ഗിറ്. ഓക്കെ, ഗിറ് റെഡിയാണല്ലോ എല്ലാരും? ഗിറിന് എല്ലാരും റെഡി അല്ലേ? എന്തായാലും ഇയാള് ഗെയിം കളിപ്പിക്കില്ല. ഇയാള് ലൈവ് ഇട്ട് ഇങ്ങനെ വന്ന് ഇയാള് പ്രശ്നമാക്കും, ചൊറയാക്കും ഇയാൾ. ഓക്കെ, അപ്പൊ ഗിർ വീഡിയോ ചെയ്യാം. ഗിർ വീഡിയോ കള്ളത്താടി. സിമ്പിൾ സിമ്പിൾ, വെരി സിമ്പിൾ. എടാള് ഞാൻ ക്വസ്റ്റ്യൻ തുടങ്ങി അയാൾ വീണ്ടും ഗെയിം ഇടും. അതാണ് പ്രശ്നം. അയാൾ വീണ്ടും പ്രശ്നമാക്കും, ചൊറയാക്കും. ഒരു 5 മിനിറ്റ് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തുടങ്ങാം. ഓക്കെ, ഇന്നെന്തായാലും ഞാൻ ഗെയിം കളിക്കുന്നില്ല. ബിക്കോസ് ഓൾറെഡി നല്ലൊരു മാച്ച് കഴിഞ്ഞില്ലേ. ഇനി എന്നും ഇതേപോലെ ചവറ് വാരി ഗെയിം ഉണ്ടാവില്ല. ആരെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ ഇതേപോലെ ഡീജനെ പോലത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കട്ടക്ക് നിൽക്കാൻ പറ്റുന്ന കുറച്ച് 1, 2, 3 ഗെയിമുകൾ വെച്ചിട്ട് നമ്മൾ നിർത്തും. അല്ലാണ്ട് ഇയാളെ പോലെ കൂടി ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ ചവറ് പോലെ ഗെയിം ഇട്ടിട്ട് കാര്യമില്ല. മനസ്സിലായോ? അയാൾക്കൊരു വിചാരമുണ്ട്. അയാളുടെ ഒരു വിചാരം എന്ന് പറയാമോ, അയാളുടെ പോക്കറ്റിൽ നിന്നാണ് എനിക്ക് മില്യൺസ് അടിക്കുന്നത് ആൾക്കാർ. അയാൾ പറഞ്ഞത് നുപ്പു ഇവിടെ ഇരിക്കുമ്പോ നുപ്പുവിന് ഓപ്പോസിറ്റ് 1 മില്യൺ വരുന്നുണ്ടെങ്കിൽ അത് നുപ്പുവിന്റെ പവറാന്ന്. ഞാൻ ചോദിക്കട്ടെ, നുപ്പുവിന്റെ പവറാന്ന് പറയാനായിട്ട് നുപ്പുവിന്റെ പോക്കറ്റിന്നോ നുപ്പുവിന്റെ ബാങ്ക് അക്കൗണ്ടിന്നോ അല്ലല്ലോ എനിക്ക് ഗിഫ്റ്റ് അടിക്കണത്. ആൾക്കാരൊക്കെ ഇറങ്ങി കൊടുത്താ പോയ ഇവിടുന്ന്. ഉറങ്ങിയിട്ട് എവിടെ പോട്ടെ, ഏടെങ്കിലും പോട്ടെ. അന്റെ ലൈവിൽ ആൾക്കാർ ചോദിക്കുന്നേ ഓളോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ലൈവ് ചോദിച്ചു, നീ ദൈവത്തെ കളിക്കാണ്ട, എന്നോട് കളിക്കാണ്ട. ഇല്ല ഇല്ല ഇല്ല, എനിക്കിവിടെ ചോദ്യം. അംഗനവാടിയിലെ ടീച്ചറെ 1ാം ക്ലാസ് സ്കൂളിൽ പോത്ത നീ ടീച്ചർ ആണെങ്കിൽ ഞാനല്ല ഹെഡ് മാഷ്. ഓക്കെ, ചോദിക്കും കേക്കട്ടെ, ചോദിക്കും ഞാൻ കേക്കട്ടെ. ഞാൻ പറയാം ആൻസർ. എന്റെ ചോദ്യം ഞാൻ കേക്കട്ടെ. എന്റെ ഒരു ചോദ്യം ഞാൻ കേക്കട്ടെ. ചോദിക്കേ നോക്കട്ടെ, കേക്കട്ടെ. ഓക്കെ, ഞാൻ തന്നോട് ഒരു ചോദ്യം ചോദിക്കാം, താൻ ആൻസർ പറ. ഓക്കെ, എന്നാ സമ്മാനം? എന്നാ സമ്മാനം? 500 പോയിന്റ്. തന്റെ സുഹൈലാണ് ഫസ്റ്റ് പോയിന്റ് എടുത്ത്. സുഹൈൽ ഇവിടെ ഉണ്ട്. 500 കൊടുത്തു. 500 സുഹൈലിന് ഇനി തൊട്ട് സ്നേഹുവിന്റെ അടുത്താ. ചോദ്യം ഇതായിരുന്നു ചോദ്യം. ഓക്കെ, ജെഫു ഉണ്ട്. ഒരാളെ ശിക്ഷയ്ക്ക് വിധിച്ചു. അയാളെ കൊല്ലാൻ 3 മുറികൾ ഉണ്ടായിരുന്നു. ഏത് മുറി വേണമെന്ന് അയാൾക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ കട്ട് വായിപ്പിക്കുക, എന്നിട്ട് പറയാ. ഞാൻ കുറെ കേട്ടതാ. ഈ ഒരു ചോദ്യ ഉത്തരത്തിന്റെ ടീമിന് ഞാൻ കുറെ ഇന്നതാ. ജനങ്ങളെ മണ്ടന്മാരായിട്ടോ, എന്നെ മണ്ടന്മാരാക്കണ്ട. എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത അന്ന് ആൻസർ ചെയ്തെല്ലാം ആൾക്കാരിയാ. പോയി പണം. ഓക്കെ, ആള് പോയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ആളിങ്ങനെ ഗസ്റ്റ് ഇട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ഇടുമ്പോ എനിക്ക് കമന്റ് വായിക്കാൻ പറ്റില്ല. മനസ്സിലായി? അയാൾ റിക്വസ്റ്റ് ഇടുമ്പോ എനിക്ക് കമന്റ് വായിക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റിനെ ആര് പറഞ്ഞു സിംഹം കിടന്നെടുത്ത് തന്നെ ആരും അറിയാതെ ആ സിംഹം എവിടെ പോയി തിന്നുന്നുണ്ടാവും? ഇല്ലടോ, ആ സിംഹം മരിച്ചുപോയി. 3 മാസമായിട്ട് സിംഹത്തിന് ഭക്ഷണം കൊടുത്തില്ല. അപ്പൊ സിംഹം മരിച്ചുപോയി. അതുകൊണ്ട് ആ മുറിയല്ലേ തെരഞ്ഞെടുക്കത്തുള്ളൂ. സിംഹം 3 മാസം ഭക്ഷണം കൊടുക്കാതെ മരിച്ചു. നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും, സിംഹം 3 മാസമായിട്ട് സിംഹത്തിന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ